ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. സംസ്ഥാനത്ത് ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ പേർക്ക് പുതുതായി കോവിഡ്-19 സ്ഥിരീകരിച്ച ദിവസമാണിന്ന്. ഇന്നലെ ഒരു മരണവുമുണ്ടായി. മുംബൈയിൽ നിന്നെത്തിയ ചാവക്കാട് സ്വദേശി 73 വയസ്സുള്ള ഖദീജക്കുട്ടിയാണ് മരണമടഞ്ഞത്. അവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 42 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. നെഗറ്റീവില്ല. കണ്ണൂർ 12, കാസർഗോഡ് 7, കോഴിക്കോട് പാലക്കാട് 5 വീതം, തൃശ്ശൂർ മലപ്പുറം 4 വീതം, കോട്ടയം 2, കൊല്ലം പത്തനംതിട്ട വയനാട് 1 വീതം. ഇങ്ങനെയാണ് പരിശോധനാ ഫലം പോസിറ്റീവായത്. 2 പേര് നെഗറ്റീവായിട്ടുണ്ട്. നെഗറ്റീവ് ഇല്ല എന്നുള്ളതല്ല, 2 പേര് നെഗറ്റീവായിട്ടുണ്ട്. ഇന്ന് പോസിറ്റീവായതിൽ 21 പേർ മഹാരാഷ്ട്രയിൽ നിന്നെത്തിയവരാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് വന്ന ഓരോരുത്തർക്കും രോഗബാധയുണ്ടായി. വിദേശത്ത് നിന്ന് വന്ന 17 പേർക്കാണ് കോവിഡ്-19 പോസിറ്റീവായത്. കണ്ണൂരിൽ ഒരാൾക്ക് സമ്പർക്കം മൂലമാണ്. കോഴിക്കോട് ഒരു ഹെൽത്ത് വർക്കർക്കാണ് രോഗബാധ. ഇതുവരെ 732 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 216 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. 84,258 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 83,649 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലോ ആണ്. 609 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് മാത്രം 162 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 51,310 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 49,535 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 7,072 സാമ്പിളുകൾ ശേഖരിച്ചതിൽ 6,630 നെഗറ്റീവായിട്ടുണ്ട്. കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ 36 പേർ വീതമാണ് വൈറസ് ബാധിച്ച് ചികിത്സയിലുള്ളത്. പാലക്കാട് 26, കാസർഗോഡ് 21, കോഴിക്കോട് 19, തൃശ്ശൂർ 16. ഇങ്ങനെയാണ് കൂടുതൽ പേർ ചികിത്സയിലുള്ള മറ്റ് ജില്ലകൾ. 28 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ഇതുവരെ 91,344 പേരാണ് കര, കടൽ, വ്യോമമാർഗങ്ങളിലൂടെ വിദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി എത്തിയത്. ഇവരിൽ 2,961 ഗർഭിണികളും
1618 വയോജനങ്ങളും 805 കുട്ടികളുമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ എണ്ണം 82,299. 43 വിമാനങ്ങളിലായി 9,367 ആളുകളാണ് എത്തിയത്. അവരിൽ 157 പേർ ആശുപത്രികളിൽ ക്വാറന്റൈനിലാണ്. ഇന്ന് വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന ഗൗരവമായ മുന്നറിയിപ്പാണ്. കോവിഡ് പ്രതിരോധ സന്നാഹങ്ങൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന സന്ദേശവുമാണത്. ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇനിയും വരും. ഒരു കേരളീയന് മുന്നിലും നമ്മുടെ വാതിലുകൾ കൊട്ടിയടക്കില്ല. രോഗബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ് എന്നതുകൊണ്ട് പരിഭ്രമിച്ച് നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കാനും നാം തയ്യാറല്ല. എല്ലാവർക്കും കൃത്യമായ പരിശോധനയും ചികിത്സയും പരിചരണവും നൽകും. ഇങ്ങോട്ട് വരുന്നവരിൽ അത്യാസന്ന നിലയിലുള്ള രോഗികളുമുണ്ടാകാം. കൂടുതൽ ആളുകളെ ആശുപത്രിയിൽ കിടത്തേണ്ടി വന്നേക്കാം. ഇതൊക്കെ സാധ്യമാകുന്ന രീതിയിൽ വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം ഇടപെടലിനാണ് മുൻതൂക്കം നൽകുക. അതേസമയം നാം ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഈ ഇളവുകൾ നൽകുന്നത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതല്ലാതെ ആഘോഷിക്കാനായി ആരും ഇറങ്ങി പുറപ്പെടരുത്. പൊതുഗതാഗതം ഭാഗികമായി ആരംഭിച്ചതോടെ പല ഭാഗങ്ങളിലും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കുട്ടികളെയും വയോജനങ്ങളെയും കൂട്ടി പുറത്തിറങ്ങുന്ന സ്ഥിതി വരെയുണ്ട്. റിവേഴ്സ് ക്വാറന്റൈൻ നിർദ്ദേശിക്കുന്നത് വൃദ്ധജനങ്ങൾക്കും കുട്ടികൾക്കും ഇതര രോഗങ്ങളുള്ളവർക്കും വൈറസ് ബാധ ഉണ്ടാകാതിരിക്കാനാണ്. അത് മനസ്സിലാക്കി അവരെ സുരക്ഷിതമായി വീടുകളിൽ ഇരുത്തേണ്ടവർ തന്നെ എല്ലാം മറന്നുപോകുന്ന സ്ഥിതി ഉണ്ടാകരുത്. ഇതൊന്നും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കേണ്ട കാര്യങ്ങളല്ല, സ്വയം ബോധ്യപ്പെട്ട് ചെയ്യേണ്ടതാണ്. അത് മറന്നു പോകുമ്പോഴാണ് കേസെടുക്കേണ്ടി വരുന്നതും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതും. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി അവശേഷിക്കുന്ന പരീക്ഷകൾ മെയ് 26 മുതൽ 30 വരെയാണ് നടക്കുക. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. കർശനമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പരീക്ഷ നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രഥമാധ്യാപകർക്കും നൽകി. പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കൽ, ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കൽ,
പരീക്ഷാ കേന്ദ്ര മാറ്റം ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കൽ, ചോദ്യപേപ്പറുകളുടെ സുരക്ഷ, വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പരീക്ഷാ ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശങ്ങൾ, പരീക്ഷാ സജ്ജീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള നിർദ്ദേശങ്ങൾ എന്നിവയും നൽകി. കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളിലെ പരീക്ഷകൾ സംസ്ഥാനത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷയ്ക്ക് എത്തിച്ചേരുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം എന്നിവയിലും ധാരണയായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് 14 ദിവസം ക്വാറന്റൈൻ വേണം. അവർക്ക് പരീക്ഷയ്ക്ക് പ്രത്യേക സൗകര്യമൊരുക്കും. കണ്ടെയ്ൻമെൻറ്റ് സോണുകളുള്ളവർക്ക് പ്രത്യേക ഇരിപ്പിടമായിരിക്കും. ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകൾ ഹോം ക്വാറന്റൈനിൽ കഴിയുന്നുണ്ടെങ്കിൽ ആ വീടുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ അവർക്കും പ്രത്യേക സൗകര്യമായിരിക്കും. എല്ലാ വിദ്യാർത്ഥികളെയും തെർമൽ സ്ക്രീനിങ്ങിന് വിധേയമാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യപരിശോധന വേണ്ടവർക്ക് അത് നൽകാനുള്ള സംവിധാനവും സ്കൂളുകളിലുണ്ടാകും. അധ്യാപകർ ഗ്ലൗസ് ധരിക്കും. ഉത്തരക്കടലാസ് 7 ദിവസം പരീക്ഷാ കേന്ദ്രത്തിൽ തന്നെ സൂക്ഷിക്കും. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ കുട്ടികൾ കുളിച്ച് ദേഹം ശുചിയാക്കിയ ശേഷം മാത്രമേ വീട്ടുകാരുമായി ഇടപെടാൻ പാടുള്ളൂ. പരീക്ഷ നടക്കുന്ന എല്ലാ സ്കൂളുകളും ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ അണുവിമുക്തമാക്കും. തെർമൽ സ്ക്രീനിങ്ങിനായി പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് 5000 IR തെർമോമീറ്റർ വാങ്ങും. ആവശ്യമായ സാനിറ്റൈസർ, സോപ്പ് എന്നിവ എല്ലാ വിദ്യാലയങ്ങളിലും ലഭ്യമാക്കുന്നതിന് പ്രഥമാധ്യാപകർക്കും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി. പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പാലിക്കേണ്ട ആരോഗ്യ ചിട്ടകളടങ്ങിയ അറിയിപ്പും മാസ്കും കുട്ടികൾക്ക് വീടുകളിലെത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളയെ ചുമതലപ്പെടുത്തി. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂളുകളിൽ കുട്ടികൾക്ക് മാസ്കുകൾ NSS വഴി വിതരണം ചെയ്യും. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ്, ഗതാഗത വകുപ്പ് ഇവരുടെയെല്ലാം പിന്തുണ പരീക്ഷാ നടത്തിപ്പിനുണ്ടാകും. പരീക്ഷാ കേന്ദ്ര മാറ്റത്തിനായി SSLC 1866, HSC 8835, VHSC 219 വിഭാഗങ്ങളിലായി 10920 കുട്ടികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മാറ്റം അനുവദിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ചോദ്യപേപ്പറുകൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ അനുവദിക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ എത്തിക്കും. ഗൾഫ്, ലക്ഷദ്വീപ് മേഖലകളിലെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും പരീക്ഷ നടത്തിപ്പിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗൾഫിലെ സ്കൂളുകളിൽ പരീക്ഷ നടത്തുന്നതിനുള്ള അനുമതി ലഭ്യമായിട്ടുണ്ട്. മുഴുവൻ കുട്ടികൾക്കും പരീക്ഷ എഴുതാനും ഉപരിപഠനത്തിന്
സൗകര്യപ്പെടുത്താനുമുള്ള അവസരമൊരുക്കും. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച തീയതികളിൽ പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ അവർ ആശങ്കപ്പെടേണ്ടതില്ല. അവർക്ക് ഉപരിപഠനത്തിനുള്ള അവസരം നഷ്ടപ്പെടാത്ത രീതിയിൽ സേ പരീക്ഷയ്ക്കൊപ്പം റെഗുലർ പരീക്ഷ നടത്തി അവസരമൊരുക്കുന്നതാണ്. പരീക്ഷയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലും ഓരോ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസുകളിലും 23/5/2020 മുതൽ വാർ റൂമുകൾ പ്രവർത്തിക്കും. ലോക്ക്ഡൗണിന് ശേഷം സംസ്ഥാനത്തെ കോളേജുകൾ തുറക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ജൂൺ 1 തന്നെ കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. റെഗുലർ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുന്നതുവരെ ഓൺലൈൻ ക്ലാസുകൾ നടത്തണം. ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾക്കുള്ള ക്രമീകരണത്തിനായി പ്രിൻസിപ്പൽമാരെ ചുമതലപ്പെടുത്തി. ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ അതിൽ പങ്കാളികളാകുന്നുണ്ടെന്നും പ്രിൻസിപ്പൽമാർ ഉറപ്പുവരുത്തണം. സർവകലാശാല പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ച് ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഓൺലൈൻ പഠനരീതി ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വിക്ടേഴ്സ് ചാനൽ പോലെ TV, DTH, റേഡിയോ തുടങ്ങിയവ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കും. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ പ്രവർത്തനക്രമങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. വൈറസ് ബാധ തടയുന്നതിന് രാപ്പകൽ ജോലി ചെയ്യുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ആ നിലക്കുള്ള പ്രധാന ചുവടുവെപ്പാണ് പോലീസിൻ്റെ പ്രവർത്തനക്രമത്തിൽ വരുത്തിയ മാറ്റം. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ ഭാരം കുറഞ്ഞതും പുതുമയാർന്നതുമായ ഫേസ് ഷീൽഡുകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ 2000 ഫേസ് ഷീൽഡുകൾ പോലീസിന് ലഭ്യമാക്കിയിട്ടുണ്ട്. സാധാരണ മഴക്കോട്ട് PPE കിറ്റായി രൂപാന്തരപ്പെടുത്താനുള്ള പദ്ധതി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സഹകരണത്തോടെ പോലീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ശരീരം മുഴുവൻ മൂടുന്ന മഴക്കോട്ടും ബന്ധപ്പെട്ട മറ്റാവരണങ്ങളുമൊക്കെ കഴുകി ഉപയോഗിക്കാവുന്നതും ധരിക്കാൻ സഹായപ്രദവുമാണ്. മഴയിൽ നിന്നും വൈറസിൽ നിന്നും ഒരുപോലെ സംരക്ഷണം ലഭിക്കത്തക്ക രീതിയിലാണ് ഇവ തയ്യാറാക്കിയിരിക്കുന്നത്. ഗാർഹിക പീഡനം തടയുന്നതിനായി എല്ലാ ജില്ലകളിലും പോലീസിൻ്റെ നേതൃത്വത്തിൽ ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെൻ്ററുകൾ പ്രവർത്തനം തുടങ്ങി. എല്ലാ ജില്ലകളിലെയും ഇത്തരം കേന്ദ്രങ്ങളിൽ ഇതുവരെ 340 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 254 എണ്ണത്തിൽ കൗൺസിലിങ്ങിലൂടെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടുംബത്തിലെ സൗഹൃദാന്തരീക്ഷം നിലനിർത്തുന്ന രീതിയിൽ കൗൺസിലിംഗ് നൽകാൻ ഈ സെൻറ്റർ മുഖേന കഴിയും. ജനങ്ങൾ
റെയിൽപാതകളിലൂടെ നടക്കുന്നതും ഇരിക്കുന്നതുമായ വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേക യാത്രാ തീവണ്ടികളും ചരക്ക് തീവണ്ടികളും ഏത് സമയത്തും അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാം. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. റെയിൽപാളങ്ങളിലൂടെയുള്ള കാൽനട യാത്ര തടയാൻ പോലീസ് ശ്രദ്ധിക്കും. ആറ്റിങ്ങൽ ആലങ്കോട് പലഹാര നിർമ്മാണ യൂണിറ്റിൽ നിന്നും നഗരസഭ പിടിച്ചെടുത്ത 20 ചാക്ക് പലഹാരത്തിലും നിർമ്മാണ തീയതി ഒരാഴ്ചക്ക് ശേഷമുള്ളത് എന്ന് റിപ്പോർട്ട് കണ്ടു. മെയ് 20 പിടികൂടിയ പലഹാരങ്ങളിൽ നിർമ്മാണ തീയതിയായി രേഖപ്പെടുത്തിയത് മെയ് 26 ലോക്ക്ഡൗൺ സമയത്ത് പലരും പാക്കറ്റിലാക്കിയ ഭക്ഷണത്തെ ആശ്രയിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ ഈ രീതിയിൽ കൃത്രിമം നടത്തുന്നത് അപകടകരമാണ്. ഇത് തടയാൻ നടപടി സ്വീകരിക്കും. ബസ്സുകളിലും ഓട്ടോകളിലും അനുവദിച്ചതിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നു. മാസ്ക് ധരിക്കാതെയും യാത്ര ചെയ്യുന്നുണ്ട്. ഇത് തടയാൻ പോലീസിൻ്റെ ഇടപെടലുണ്ടാകും. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകേണ്ടവർക്കായി പ്രത്യേക പോർട്ടൽ ആരംഭിക്കും. വിവിധ രാജ്യങ്ങളിൽ പോകേണ്ടവർക്ക് ആരോഗ്യ പരിശോധനാ സർട്ടിഫിക്കറ്റുകൾ ഇതിലൂടെ ലഭ്യമാക്കും. മാസ്ക് ധരിക്കാത്തതിന് സംസ്ഥാനത്ത് ഇന്ന് 4047 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 100 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ലോക്ക്ഡൗൺ കാരണം അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. KSEBക്ക് വലിയ ബിൽ ഒരുമിച്ചടക്കേണ്ട അവസ്ഥയിലാണ് അത്തരക്കാർ. അവർക്ക് ഫിക്സഡ് ചാർജിൽ ഇളവ് നൽകാനും പലിശ ഒഴിവാക്കാനും നടപടിയെടുക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകി. കേന്ദ്ര ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച MSMEകൾക്ക് നിലവിലുള്ള വായ്പയുടെ 20% പുതിയ ഈടില്ലാതെ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആനുകൂല്യം കേരളത്തിലെ MSMEകൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി അറിയിക്കുന്നതിന് പ്രത്യേക പോർട്ടൽ തുടങ്ങാനും ആലോചനയുണ്ട്. കോവിഡ്-19 മഹാമാരിയുടെ പ്രതിസന്ധി തീരുമ്പോൾ നമുക്ക് പുതിയ അവസരങ്ങൾ ധാരാളമായി കൈവരുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വ്യവസായത്തിലും കൃഷിയിലും വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള പരിശ്രമം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും സുരക്ഷിതവും സമാധാനപൂർണവുമായ പ്രദേശം എന്ന ഖ്യാതി ഇപ്പോൾ കേരളത്തിന് കൈവന്നിട്ടുണ്ട്. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി കേരളത്തെ ഏറ്റവും മികച്ച വ്യവസായ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റാനുള്ള സർക്കാരിൻ്റെ പദ്ധതികൾക്ക് ഫിക്കി പൂർണ്ണ പിന്തുണയും സഹകരണവും അറിയിച്ചിട്ടുണ്ട്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഒരു വെബിനാറിൽ
ഇന്നലെ പങ്കെടുത്തിരുന്നു. പുതിയ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വ്യവസായ വികസനത്തിന് ചില നല്ല നിർദ്ദേശങ്ങൾ ഫിക്കി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് സർക്കാർ പരിഗണിക്കും. ഫിക്കിയുടെ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന ലൈഫ് എന്ന പാർപ്പിട സുരക്ഷാ പദ്ധതിയുടെ പുരോഗതി ലൈഫ് മിഷൻ യോഗം വിലയിരുത്തി. കോവിഡ്-19 തുടർന്നുള്ള പ്രശ്നങ്ങൾ ഈ പദ്ധതിയെയും ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 1ഉം 2ഉം ഘട്ടങ്ങളിലായി 2,19,154 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. പല കാരണങ്ങളാൽ നിർമ്മാണം മുടങ്ങിപ്പോയ വീടുകളുടെ പൂർത്തീകരണമാണ് 1ാം ഘട്ടത്തിൽ ഏറ്റെടുത്തത്. ഇതിൽ 52,084 വീടുകൾ പൂർത്തിയായി. ഈ വിഭാഗത്തിലാകെ 54,169 അർഹരെയാണ് കണ്ടെത്തിയത്. ഇതിൽ 96.15% പൂർത്തിയായി. ബാക്കിയുള്ളതിൽ 1,266 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണ്. 2ാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ കാര്യമാണ് ഏറ്റെടുത്തത്. ഇതിൽ 77,424 വീടുകൾ പൂർത്തിയായി. 81.38%. ബാക്കിയുള്ള 17,712 വീടുകളിൽ പുതുതായി എഗ്രിമെൻ്റ് വെച്ച 2,065 വീടുകൾ ഒഴികെ ബാക്കിയുള്ളവ വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണ പുരോഗതിയിലാണ്. ഇതുകൂടാതെ മറ്റ് വിഭാഗങ്ങളിൽ പൂർത്തിയായ വീടുകൾ PMAY അർബൻ 48,446, PMAY റൂറൽ 16,703, പട്ടികജാതി വിഭാഗം 19,018, പട്ടികവർഗ വിഭാഗം 1,745, മത്സ്യത്തൊഴിലാളി വിഭാഗം 3,734. 2ാം ഘട്ടത്തിൽ 3,332 കോടി രൂപ ഗുണഭോക്താക്കൾക്ക് ധനസഹായമായി നൽകിയിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ 4 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത്. ഭൂമിയോ വീടോ ഇല്ലാത്തവരുടെ പുനരധിവാസമാണ് 3ാം ഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത്. ഈ വിഭാഗത്തിൽ അർഹരായ 1,06,792 പേരെയാണ് കണ്ടെത്തിയത്. ഗുണഭോക്താക്കളുടെ പഞ്ചായത്ത് തലത്തിൽ ലിസ്റ്റ് നോക്കിയപ്പോൾ പല പഞ്ചായത്തുകളിലും അർഹരായവർ കുറവാണ്. ഗുണഭോക്താക്കളുടെ എണ്ണം 80 അതിൽ കുറവോ ആയ പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളുടെ സഹായത്തോടെ ഭൂമി കണ്ടെത്തി പ്രത്യേകം വീട് നിർമ്മിച്ച് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. 627 പഞ്ചായത്തുകളിൽ ഗുണഭോക്താക്കളുടെ എണ്ണം 80 അതിൽ കുറവോ ആണെന്നാണ് കണ്ടെത്തിയത്. കോവിഡ്-19 കാരണം മുൻപൊരിക്കലുമില്ലാത്ത പ്രതിസന്ധിയിലൂടെയും ദുരിതത്തിലൂടെയും ലോകം കടന്നു പോകുമ്പോഴാണ് റമദാനും ചെറിയ പെരുന്നാളും വരുന്നത്. സഹനമാണ് ജീവിതം എന്ന സന്ദേശം ഉൾക്കൊണ്ട് റമദാൻ വ്രതം എടുക്കുന്നവർക്ക് സന്തോഷത്തിൻ്റെ ദിനമാണ് പെരുന്നാൾ. എന്നാൽ പതിവ് രീതിയിലുള്ള
ആഘോഷത്തിൻ്റെ സാഹചര്യം ലോകത്തെവിടെയുമില്ല. പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒത്തുചേർന്ന് പെരുന്നാൾ നമസ്കരിക്കുക എന്നത് മുസ്ലിങ്ങൾക്ക് വലിയ പുണ്യകർമ്മമാണ്. ഇത്തവണ പെരുന്നാൾ നമസ്കാരം അവരവരുടെ വീടുകളിൽ തന്നെയാണ് എല്ലാവരും നിർവഹിക്കുന്നത്. മനപ്രയാസത്തോടെയാണെങ്കിലും സമൂഹത്തിൻ്റെ സുരക്ഷയും താൽപ്പര്യവും മുൻനിർത്തിയാണ് മുസ്ലിം സമുദായ നേതാക്കൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സ്ത്രീസമത്വത്തിൻ്റെയും സഹനത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് ഈദുൽ ഫിത്തർ നൽകുന്നത്. ഇതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. പെരുന്നാൾ ദിനത്തിൽ വിഭവങ്ങൾ ഒരുക്കാൻ മാസപ്പിറവി കണ്ട ശേഷം രാത്രി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന പതിവുണ്ട്. രാത്രി നിയന്ത്രണം അതിന് തടസ്സമാകും. ഇത് കണക്കിലെടുത്ത് ഇന്നും മാസപ്പിറവി ഇന്ന് കാണുന്നില്ലെങ്കിൽ നാളെയും അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാത്രി 9 മണിവരെ തുറക്കാൻ അനുവദിക്കും. ഈ ഞായറാഴ്ച പെരുന്നാളാവുകയാണെങ്കിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗണിൽ ചില ഇളവുകൾ അനുവദിക്കും. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ ക്യാമ്പസിലെ SFI യൂണിറ്റും മുൻകാല പ്രവർത്തകരും ചേർന്ന് 1111 PPE കിറ്റുകൾ നേരത്തെ 2,10,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്കും ഇവർ കൈമാറിയിരുന്നു. ശ്രീ സത്യസായി സേവാ ഓർഗനൈസേഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ICU വെന്റിലേറ്ററും സായി വേദവാഹിനി പരിഷത്ത് ഒരു അൾട്രാസൗണ്ട് സ്കാനറും നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസം നൽകുന്നത് ടൂറിസം മേഖലയിലെ സംഘടനകൾ KTM സൊസൈറ്റി, SKHF, SIHRA, ATTOI 53 ലക്ഷം രൂപ, നെടുമങ്ങാട് നഗരസഭ 50 ലക്ഷം, ക്രഷർ ക്വാറി ഓണേഴ്സ് അസോസിയേഷൻ, RMCU ഇടുക്കി ജില്ലാ കമ്മിറ്റി 30 ലക്ഷം, കേരള സംസ്ഥാന പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലം ജില്ല 21.75 ലക്ഷം, വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി 21,62,751 രൂപ, 62 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നേരത്തെ സംഭാവനയായി നൽകിയിട്ടുണ്ട്. ഇത്തിത്താനം ജനതാ സർവീസ് സഹകരണ ബാങ്ക് 2 ഗഡുക്കളായി 15,54,358 രൂപ, അക്ഷയ് ഗ്രാനൈറ്റ്സ് 10 ലക്ഷം, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം, വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം, അയിരൂർപ്പാറ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ 9,59,172 രൂപ, നെയ്യാറ്റിൻകര നഗരസഭ 8 ലക്ഷം രൂപ, പട്ടികജാതി ക്ഷേമനിധി സംസ്ഥാന കമ്മിറ്റി 5,55,555 രൂപ, മലപ്പുറം ന്യൂ പന്നിപ്പാറ ബ്രിക്സ് ആൻഡ് മെറ്റൽസും സഹോദര സ്ഥാപനമായ കോഴിക്കോട് അലീഫ് ബിൽഡേഴ്സും ചേർന്ന് 5 ലക്ഷം രൂപ. ആ സ്ഥിതിവിശേഷം നമുക്ക് അതിജീവിച്ചേ മതിയാവും. ആവർത്തിച്ച് പറയുകയാണ്, അവർ വരേണ്ടതില്ല എന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാനാവില്ല. വരുന്ന സമയത്ത് ഇങ്ങനൊരു ആപത്തുണ്ട്. ആ ആപത്ത് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്,
ഇവിടെയുള്ളവരിലേക്ക് രോഗം പടരാതെ സംരക്ഷിക്കേണ്ടതുമുണ്ട്. അതിനാണ് കൃത്യമായ ചിട്ടകൾ നാം പാലിച്ചു പോകേണ്ടത്. അതിനുള്ള ഒരുമയും ഐക്യവുമാണ് നാം പ്രകടിപ്പിക്കേണ്ടത്. ആവശ്യമായ എല്ലാ കരുതൽ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. ഈ മാഹിയിൽ നിന്ന് ചികിത്സക്കെത്തി മരിച്ച ഒരാളുണ്ട്. അദ്ദേഹത്തെ കേരളത്തിന്റെ കണക്കിലും പെടുത്തിയിട്ടില്ല, പുതുച്ചേരിയുടെ കണക്കിലും പെടുത്തിയിട്ടില്ല. കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഇന്നലത്തെ ഒരു മരണം കൂടിയായപ്പോൾ 5 മരണം എന്ന നിലപാടിൽ നിൽക്കുകയാണ്. സംസ്ഥാനം എന്തിനാണ് അക്കാര്യത്തിലൊരു പിടിവാശിയുടെ കാര്യമുണ്ടോ? കാരണം മറ്റ് സ്ഥലങ്ങളിൽ പോയി ലോക്ക്ഡൌണിൽ കുടുങ്ങി അങ്ങനെ രോഗബാധിതരായ ഏതെങ്കിലും മലയാളി മരിക്കുകയാണെങ്കിൽ അത് ആ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പെടുത്തുകയല്ലേ ചെയ്യുക എന്നുള്ള വാദമാണ് ഉയരുന്നത്. ഇതങ്ങനെയല്ല. ഇത് മറ്റൊരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മാഹിയിൽ നിന്ന് തലശ്ശേരിയിൽ ചികിത്സക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ മാഹി തന്നെയാണ്. അത് പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി കിടക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും അവർ ചികിത്സക്ക് തലശ്ശേരിയിലോ കോഴിക്കോടോ ഒക്കെയാണ് പോകാറുള്ളത്. അതിൻ്റെ അർത്ഥം അവർ മാഹി വിട്ടുപോകുന്നു എന്നല്ല, മാഹിയിൽ തന്നെ കഴിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന നിലയാണത്. എല്ലാം ഒരേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ, ഒരേ സംസ്കാരത്തിൽ കഴിയുന്നവരുമാണല്ലോ. വ്യത്യസ്ത സംസ്ഥാനമെന്ന ആ സംസ്ഥാന കാര്യം വരുമ്പോഴുള്ള ബോധമല്ലാതെ മറ്റെല്ലാം ഒന്നിച്ച് ചിന്തിക്കുന്നവരും കഴിയുന്നവരുമല്ലേ. അപ്പോൾ അവർ മാഹിയിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് അയാൾ മാഹിയിലാണ് എന്ന് കേരളം പറയുന്നു. ചികിത്സിച്ച സ്ഥലത്തെ പട്ടികയിലല്ല അയാളെ പെടുത്തേണ്ടത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക നിർബന്ധ ബുദ്ധിയുടെ പ്രശ്നമല്ലത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് രോഗം കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഈ റെഡ് സോണിൽ നിന്ന് വരുന്നവർക്ക് എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടോ? 2, ഈ ആഭ്യന്തര സർവീസുകൾ തുടങ്ങുമ്പോൾ അതായത് അവർക്ക് ക്വാറന്റൈൻ വേണ്ട എന്നതിലെ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് കേരളം കാണുന്നത്? ഇതിൽ ഈ റെഡ് സോണിൽ നിന്ന് വരുന്നവരടക്കമുള്ള ആളുകൾ രോഗവാഹകരാകാൻ, ചിലപ്പോൾ രോഗമില്ലാത്തവരും ആകാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ക്വാറന്റൈൻ വേണമെന്ന് ഒരു നിലപാടെടുത്തിട്ടുള്ളത്. ആ ക്വാറന്റൈൻ തുടരുക തന്നെ ചെയ്യും. ഏത് രൂപത്തിൽ വന്നാലും ക്വാറന്റൈൻ തുടരുക തന്നെ ചെയ്യും. പിന്നെ ആഭ്യന്തര യാത്ര വർദ്ധിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ യാത്ര ചെയ്ത് വരുന്ന, ഇവിടെ താമസിക്കുന്നതിന് വേണ്ടി വരുന്ന ആളുകൾ നിർബന്ധമായും 14 ദിവസത്തെ ക്വാറന്റൈൻ ഇവിടെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പോലീസുകാർക്ക് 50% ഡ്യൂട്ടി ഇളവ് നടപ്പാക്കി. പക്ഷേ മിക്ക ജില്ലകളിലും തിരുവനന്തപുരം സിറ്റി, കൊല്ലം റൂറൽ, കോട്ടയം തുടങ്ങിയ ജില്ലകളിലും നടപ്പിലാക്കുന്നില്ല. കൊല്ലത്തിൽ നടപ്പിലാക്കിയില്ലെന്നാണ് കമ്മീഷണർ പറയുന്നത്. അത് എന്തെങ്കിലും അതിനെക്കുറിച്ച് വിവരമുണ്ട്? അത് കൃത്യമായി നടപ്പിലാക്കണമെന്ന് ഉത്തരവല്ലേ നൽകിയിട്ടുള്ളത്? അല്ല, ഇത് ആളുകളുടെ ജോലി എടുക്കുന്നവരുടെ സൗകര്യവും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു ഉത്തരവാണ്. കാരണം അവിടെ കൃത്യമായി ഡ്യൂട്ടി നടക്കണം. എന്നാൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടൊരു പീഡനമായിട്ട് മാറാൻ പാടില്ല. തുടർച്ചയായിട്ട് ഡ്യൂട്ടി എടുക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷമമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചിലർ ക്രമത്തിലെത്താൻ ശ്രമിക്കുന്നുണ്ടാകും. കാരണം ഇപ്പോൾ ഉള്ള നിലയിലൊരു ക്രമീകരണം വരുത്തണമല്ലോ. അതിനുള്ള സമയം മാത്രമേ അതിന് എടുക്കുന്നുണ്ടാവും. അതിർത്തികളിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക്, സംസ്ഥാന അതിർത്തി ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ടോ? അവർക്ക് ഡ്യൂട്ടി ഓഫ് നൽകിയിട്ടുണ്ടോ? സാധാരണ നിലക്ക് അവർക്കുള്ള ഓഫിൻ്റെ സമയം അവർക്കും ബാധകമായിരിക്കും, അതിർത്തിയിലുള്ളവർക്കും ബാധകമായിരിക്കും. നമ്മുടെ ഈ ജനശതാബ്ദി പോലുള്ള ട്രെയിനുകൾ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ ട്രെയിനുകളുടെ കാര്യത്തിൽ സ്റ്റോപ്പേജ് എങ്ങനെയാണ്? അക്കാര്യത്തിൽ സംസ്ഥാനം എന്തെങ്കിലും റെയിൽവേ അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അതിനകത്ത് നമ്മൾ വരുത്താൻ പോകുന്ന ക്രമീകരണം? ഇതിൽ രാജധാനി എക്സ്പ്രസ് പോകുമ്പോൾ ഇപ്പോൾ എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ നിർത്തുന്ന നിലയാണുള്ളത്. അത്തരമൊരു സമീപനം സ്വീകരിക്കലായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കാൻ എളുപ്പം. മറ്റ് ചില ട്രെയിനുകൾക്ക് ധാരാളം സ്റ്റോപ്പുകളുണ്ട്. അത് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് ഒട്ടേറെ പ്രയാസങ്ങളുണ്ടാക്കും. അപ്പോൾ അത്തരത്തിലൊരു അറിയിപ്പ് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ ആഭ്യന്തര വിമാനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ COVID-19 ജാഗ്രതാ സൈറ്റിൽ ഈ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വിമാനത്തിലാണ് വരുന്നത് എന്ന് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോഴില്ല. അതൊരു ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം വിമാനത്തിലാണ് വരേണ്ടത്. ട്രെയിൻ, റോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ വിമാനം എന്നുള്ള ഓപ്ഷൻ ഇല്ല. അത് തയ്യാറാക്കുമ്പോൾ വിമാനം പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താം. പ്രവാസികളെ സ്വീകരിക്കുന്ന സമസ്യ പറഞ്ഞല്ലോ, എല്ലാവരും ഇവിടെ വരേണ്ടവരാണ്. ഇപ്പം
ഈ കുവൈറ്റിൽ പൊതുമാപ്പ് ലഭിച്ച ഏതാണ്ട് 500ഓളം മലയാളികൾ കുവൈറ്റ് സർക്കാരിന്റെ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. 1500ഓളം പേർ ഔട്ട് പാസ് കിട്ടി നിൽപ്പുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, UP ഒക്കെ അവിടേക്ക് അവരുടെ നാട്ടുകാർ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടേക്ക് നമ്മൾ ഒരു സന്നദ്ധത അറിയിക്കാത്തത് കൊണ്ടാണ് അവരെ കുവൈറ്റ് തന്നെ കൊണ്ടുവരാത്തതെന്നാണ് പറയുന്നത്. അപ്പൊ കുവൈറ്റ് സർക്കാരാണ് അവരെ കൊണ്ടുവരുന്നത്, പക്ഷെ നമ്മൾ സന്നദ്ധത അറിയിക്കുന്നില്ലെന്നാണ് കുവൈറ്റിൽ നിന്ന് വരുന്ന വാർത്തകൾ. അപ്പൊ അതിനകത്ത് എന്താണ് വസ്തുത? ശുദ്ധ അസംബന്ധമായ വാർത്തയാണത്, പച്ച നുണയുമാണ്. ഇവിടെ പരസ്യമായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, ആരും ഇങ്ങോട്ട് വരുന്നതിന്, ഇവിടെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ളവർ ഇങ്ങോട്ട് വരുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന്. സംസ്ഥാനത്തിൻ്റെ പ്രത്യേകമായ അംഗീകാരം ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നേരത്തെ തന്നെ അംഗീകാരം നൽകാൻ തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒട്ടേറെ സന്ദേശങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൽ അങ്ങനെ ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്മുടെ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ഇളങ്കോവനെ ബന്ധപ്പെടേണ്ടതാണ് എന്ന് വ്യക്തിപരമായി തന്നെ ആശങ്കയുള്ളവർക്ക് ഇപ്പോൾ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാർട്ടേഡ് വിമാനങ്ങൾക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമാണ് എന്ന് കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നിലപാടുണ്ടോ? ഏത് തരത്തിലുള്ള വിമാനം വരുന്നതിനും ഇവിടെ തടസ്സമില്ല. അത് ഞങ്ങൾ സംസ്ഥാനത്തെ അറിയിച്ചാൽ അത് ആദ്യം കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്രം തീരുമാനിച്ച് സംസ്ഥാനത്തെ അറിയിച്ചാൽ സംസ്ഥാനം അത് അംഗീകരിക്കാൻ തയ്യാറാണ്. കോവിഡിന്റെ മറവിൽ ഏകാധിപതികൾ സ്വേച്ഛാധിപത്യ നടപടികളെ മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രിയെ ഉദ്ദേശിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കമന്റാണ്. അങ്ങ് ഏകാധിപതി എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള ഇടപാടുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ ആരോപണം. അല്ല, അതിനൊന്നും ഇപ്പോൾ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ ആ കാര്യങ്ങൾ. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇന്നലെ സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുത്തിരുന്നു. അത് സ്പ്രിംഗ്ലറിനെ ഡേറ്റ വിശകലനത്തിൽ നിന്ന് ഒഴിവാക്കി അത് സീഡിറ്റിന് കൈമാറുന്നതാണ്. സർക്കാരിന്റെ ഒരു പിന്നോട്ട് പോക്കാണോ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട കരാറിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണോ ഇത്? അങ്ങനെ ഒരു നിലപാടായിട്ട് കാണേണ്ടതായിട്ടില്ല. എന്താണോ വസ്തുത ആ വസ്തുത ഹൈക്കോടതിയുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 26-ാം തീയതി എക്സാമുകൾ തുടങ്ങുകയാണ്. ഈ തുടങ്ങുന്ന സമയത്ത് ഈ പല സ്കൂളുകളിലും ഇപ്പോഴും ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ആ ഒരുക്കിയിട്ടുള്ള സ്കൂളുകളിൽ എക്സാം നടത്തുമോ? അതൊരു പ്രധാന പ്രശ്നമായി നിൽക്കുന്നുണ്ട്. അവിടെ രോഗികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ സ്കൂളുകളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ കഴിയുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പരീക്ഷാ സെന്റർ ഉണ്ടാവില്ല സാധാരണ നിലക്ക്. വിമാനയാത്രക്കാരുടെ കാര്യത്തിൽ അവർ ഇപ്പോൾ ചില ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഒരു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി വരുന്നു. അവിടെ ചില കാര്യങ്ങൾ നടത്തി പിറ്റേ ദിവസം അവർ തിരിച്ചു പോകുന്നു. അത്തരം ആളുകൾ 14 ദിവസം ഇവിടെ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധം സർക്കാർ പിടിക്കില്ല. ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ താമസിക്കാൻ വരുന്നവർ 14 ദിവസം ക്വാറന്റൈൻ കടന്നിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റൂ. അല്ലെ 14 ദിവസം ഇവിടെ ക്വാറന്റൈനിൽ കഴിയണം. അതിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. മറ്റവരുടെ കാര്യത്തിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെ പാലിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ക്വാറന്റൈനിലുള്ളവർക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്? ഈ മറ്റ് സ്കൂളിലെ കേന്ദ്രങ്ങളാണോ ഇവർക്ക് പ്രത്യേക സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണോ ആലോചിക്കുന്നത്? അതൊക്കെ ഇപ്പോൾ പ്രത്യേകമായിട്ട് അറിയിച്ചിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അത്തരം കാര്യങ്ങൾ ആകെ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലില്ലല്ലോ. ഓരോ സ്കൂളിൻ്റെയും കാര്യത്തിൽ ഓരോ വിദ്യാർത്ഥിയുടെയും കാര്യത്തിൽ എങ്ങനെ പരീക്ഷ എഴുതണം എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരാശയക്കുഴപ്പവും നിലനിൽക്കുന്നില്ല. എൻ്റെ കയ്യിൽ അതൊക്കെ അതിൻ്റെ ചാർട്ടാകെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പരീക്ഷയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉത്തരവിൽ പറയുന്നത് സംസ്ഥാന സർക്കാരുകൾ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ പരീക്ഷ നടത്താൻ അനുമതി നൽകുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും ഉയർന്ന കേസ് എന്ന് വന്നു നിൽക്കുന്നു. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ മുകളിൽ ഉത്തരവാദിത്വം വെച്ചതാണോ? നമുക്കിപ്പോൾ ഈ കേസുകൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികയുടെ ആശങ്കയ്ക്ക് ഇനി വകയുണ്ടോ? നമുക്കിത് ഏതെങ്കിലും സമയത്ത് മാറ്റേണ്ടി വന്നാൽ മാറ്റാൻ സർക്കാർ സന്നദ്ധമാണോ? പരീക്ഷ നടത്തണമെന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞതല്ല. എന്നിട്ട് അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിയതാണ്. ഇതൊക്കെ നേരത്തെ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത കാര്യമല്ലേ. എന്താണ് അങ്ങനെ ഒരു സംശയം വരുന്നത്? CM, ഈ ലോക്ക്ഡൌണിനെ തുടർന്ന് മാധ്യമരംഗം മൊത്തത്തിൽ പ്രതിസന്ധിയാണ്.
പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങളും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്, എന്റർടൈൻമെന്റ് ചാനലുകളൊക്കെ. ഇപ്പോൾ വിവാഹം പോലുള്ള ചടങ്ങുകൾ പങ്കെടുക്കാൻ 50 പേർക്ക് പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചാനലുകളുടെ സീരിയൽ ഷൂട്ട് ആവട്ടെ, അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാം ഷൂട്ടുകളൊക്കെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, ശാരീരിക അകലം പാലിച്ചുകൊണ്ടൊക്കെ കൃത്യമായി ഒരു 50 പേർ എന്നുള്ള ഒരു നിലയിൽ, കാരണം ഈ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ടെക്നീഷ്യന്മാരൊക്കെ അടക്കം അവരെല്ലാം പ്രതിസന്ധിയിലാണ്. അപ്പൊ അക്കാര്യത്തിലൊരു ആലോചന സർക്കാരിന് പരിഗണിച്ചുകൂടെ? ഇപ്പൊ ആലോചനയില്ല, പിന്നീട് നമ്മൾ പല കാര്യത്തിലും അളവുകൾ പിന്നീടും വരുമല്ലോ, ആ ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാം എന്താണെന്നുള്ളത്. കോവിഡിന്റെ കാലത്ത് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി പേര് പറഞ്ഞ് ആരെയും പിരിച്ചുവിടരുന്ന CM പലതവണ പറഞ്ഞു. പക്ഷേ തിരുവനന്തപുരത്തൊരു പത്രം ഒരു കരാർ ജീവനക്കാരനെ ഒരു നോട്ടീസും കൂടാതെ പിരിച്ചുവിട്ടു. ടൈംസ് ഓഫ് ഇന്ത്യ ദേശീയ പത്രം 30 പേരെയാണ് സംസ്ഥാനത്ത് ഒട്ടാകെ പിരിച്ചുവിട്ടത്. അതും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഒരു തരത്തിലുള്ള തൊഴിൽ നിയമങ്ങളും പാലിക്കാതെ പിരിച്ചുവിടലാണ്. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയെങ്കിലും ഉണ്ടാകും? ആകാവുന്ന രീതിയിൽ ഇടപെടാൻ നോക്കാം. ആംബുലൻസ് ഡ്രൈവേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെയും ഒക്കെ കാര്യത്തിൽ സാലറി ഉറപ്പുവരുത്തും. അതിന്റെ ഒരാശങ്ക ഉണ്ടാകേണ്ടതായിട്ടില്ല. ക്വാറന്റൈനിന്റെ കാര്യത്തില് ക്വാറന്റൈൻ ലംഘിക്കുന്നതിനെതിരെ നമ്മളിപ്പോൾ സർക്കാർ കേസെടുക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതായി സർക്കാർ ആരോഗ്യവകുപ്പ് പറഞ്ഞതാണ് റിവേഴ്സ് ക്വാറന്റൈൻ. ആ റിവേഴ്സ് ക്വാറന്റൈൻ പലയിടത്തും ലംഘിക്കുന്നുവെന്ന് CM തന്നെ പറയുണ്ടായി. അങ്ങനെ ലംഘിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? അത്തരത്തിൽ എന്താണ് സർക്കാർ ഇത് ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ഇതിലാദ്യം ബോധവൽക്കരണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ ബോധവൽക്കരണം കൊണ്ട് ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് നമുക്ക് കടക്കാം. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു മാധ്യമ പ്രവർത്തന നേരെ ഒരു സദാചാര പോലീസിന്റെ ഒരു ആക്രമണം ഉണ്ടായി. അത് സംബന്ധിച്ച് അയാൾ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ പരാതിയിൽ പറഞ്ഞ പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് അവിടെ പോലീസ് കേസ് എടുത്തിട്ടുള്ളതും അറസ്റ്റ് നടന്നിട്ടുള്ളതും. ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, പോലീസിന്റെ അന്വേഷണം ആകെ എൻ്റെ ശ്രദ്ധയിൽപ്പെടില്ലല്ലോ. അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കില്ലല്ലോ സാധാരണഗതിയിൽ. അതെ, അത് പോലീസ് എന്താണ് ചെയ്തതെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതിൽ എന്തെങ്കിലും പ്രത്യേക പരാതി ഉണ്ടെങ്കിൽ അത് വന്നാൽ അതെന്താണെന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ ഈ മദ്യവിതരണം സംബന്ധിച്ച കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഈ ഓൺലൈൻ ആപ്പിന്റെ കാര്യത്തിലോട്ട് തീരുമാനം നേരത്തെ ആയതാണ്. ഇനി അത് ഏത് നിമിഷവും നടപ്പാകാവുന്നതേ ഉള്ളൂ. കമ്പനിക്കാണ് ഇതിന്റെ കരാർ കൊടുത്തത് ഈ ഓൺലൈൻ ആപ്പിനെ സംബന്ധിച്ച്. അവർക്ക് ഇതുവരെ അത് ചെയ്യാൻ കഴിയുന്നില്ല. ഗൂഗിൾ പല സംശയങ്ങളും ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പൊ സർക്കാർ ആ കമ്പനിയെ തെരഞ്ഞെടുത്തതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു എബിലിറ്റി ഇല്ലാത്ത കമ്പനിയാണ് നമ്മൾ തെരഞ്ഞെടുത്തത്. ഇനിയുള്ള കാലം ഈ ആപ്പ് അനിവാര്യമാണ്. കാരണം തമിഴ്നാട്ടിലൊന്നും ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ സർക്കാർ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവസാന ഭാഗം എന്താ? തമിഴ്നാട്ടിൽ ഈ ആപ്ലിക്കേഷൻ സർക്കാർ അത് മാനേജ് ചെയ്യുന്നുണ്ട്, പോലീസിനെ മറ്റും ഉപയോഗിച്ച്. അപ്പൊ ആപ്പ് അനിവാര്യമാണോ ഈ ഒരു ഘട്ടത്തിൽ? കാരണം ഏൽപ്പിച്ച കമ്പനി അത് ചെയ്യുന്നുമില്ല. അല്ല, ഈ സർവതന്ത്ര സ്വതന്ത്രമായി കാര്യങ്ങൾ നീങ്ങുന്ന നില വന്നാൽ നമ്മുടെ ഈ വിദേശ മദ്യ ഷോപ്പുകളുടെ മുന്നിലുണ്ടാകുന്ന തിരക്ക് വളരെ കൂടുതലായിരിക്കും. അത് നിയന്ത്രിക്കൽ തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. അതിനാണ് ഇത്തരത്തിൽ ഒരു ഓൺലൈൻ സമ്പ്രദായം വേണമെന്ന് കണ്ടത്. കൃത്യസമയത്ത് ഇത്ര ആളുകൾ വരിക, അവർ വാങ്ങിപ്പോവുക എന്ന നില എടുക്കാൻ വേണ്ടി. അത് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകേണ്ട ഒരു പ്രശ്നമല്ല. പക്ഷേ നടപ്പായിട്ടില്ല, വേഗം തന്നെ നടപ്പാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനക്കത് സംബന്ധിച്ച് ഇതേവരെ അങ്ങനൊരു നിർദ്ദേശവും കിട്ടിയില്ല, ഒരു പരാതിയും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? ഒരു ചോദ്യം, ഈ ആഭ്യന്തര സർവീസിൽ വരുന്നവർക്ക് ഹോം ക്വാറന്റൈനിലാണോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാണോ? രണ്ട്, ഈ ക്ഷേത്രങ്ങളിലെ വിവാഹ ചടങ്ങുകൾ നടത്താൻ അനുമതി കൊടുക്കും. ഗുരുവായൂരിലടക്കം നിരവധി വിവാഹങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിവാഹത്തിലെ ആൾക്കാരുടെ എണ്ണം 50 വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. തീവണ്ടി യാത്രക്കാർക്ക് ഇന്ന് തന്നെ നടപ്പാക്കിയിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്വാറന്റൈൻ രീതിയുമുണ്ട്. ആ ക്വാറന്റൈൻ രീതി തന്നെയാണ് ഈ കേരളത്തിലേക്ക് വരുന്ന വിമാനയാത്രക്കാരുടെ കാര്യത്തിലും ഉണ്ടാവുക. 1-2 ദിവസത്തെ സന്ദർശനത്തിന് വരുന്നവരുടെ കാര്യമല്ല പറയുന്നത്, അവരുടെ ബിസിനസ് ആവശ്യാർത്ഥം വരുന്നവരുടെ കാര്യമല്ല. പൊതുവെ കേരളത്തിലേക്ക് താമസത്തിനായിട്ട് വരുന്നവരുടെ കാര്യത്തിൽ ഇതേ നടപടിക്രമമാണ് സ്വീകരിക്കുക. അത് നേരത്തെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഇന്ന് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള അനുവാദം കൊടുത്തു. നിരവധി പേർ അവിടെ ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥിതി ഉണ്ടായി. അത് പാടില്ലാത്തതാണ്. എങ്ങനെ കൊടുത്തു എന്നുള്ളത് പരിശോധിക്കും. നാളത്തെ ദിവസം പോലെ ഇരിക്കുന്നു.
ശരി. ചില ഈ ആരാധനാലയങ്ങളിൽ ചില സമ്പ്രദായങ്ങളനുസരിച്ച് നമ്മുടെ ചില ആരാധനാലയങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ പള്ളിക്കകത്ത് വെച്ചാണ് കല്യാണം മിക്കവാറും നടക്കാറുള്ളത്. മറ്റു വിഭാഗങ്ങളൊന്നും ആ തരത്തിൽ ആരാധനാലയങ്ങൾ പൊതുവെ ഉപയോഗിക്കാറില്ല. ഗുരുവായൂർ പോലൊരു ക്ഷേത്രത്തിൽ ഈ കല്യാണം നടത്താൻ അനുമതി കൊടുക്കുന്ന സ്ഥിതി വന്നാൽ ഒന്നല്ല കല്യാണം നടക്കുക എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് കല്യാണങ്ങൾ ഒന്നിച്ചാണ് നടക്കാറുള്ളത് അവിടെ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഘട്ടത്തിൽ അത് ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. ശരി, നാളെ ബാക്കി